എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ തലമുടി ഇങ്ങനെ നക്കിയതുപോലെ ഇരിക്കുന്നത്. എനിവേ, ഹേ പരയാളീസ്, വെൽക്കം ബാക്ക് ടു മൈ അഭിപ്രായം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ എക്കോ ഷോ 5 മേടിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു എനിക്കൊരു വിഷനുണ്ട്. ആ വിഷൻ എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നടക്കുന്ന കാര്യമെല്ലാം എൻ്റെ റൂമിൽ ഇരുന്ന് അനങ്ങാതെ തന്നെ എല്ലാം കാണാൻ പറ്റുന്ന ഒരു വിഷനായിരുന്നു എനിക്കതുള്ളത്. ആ ഒരു വിഷൻ റിയാലിറ്റി ആക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വൈസ് ക്യാം ഇവിടെ അൺബോക്സ് ചെയ്യാം. സംഭവം ഭയങ്കര കുഞ്ഞതാണ്. ഇത് ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സെക്യൂരിറ്റി ക്യാമറയാണ്. അപ്പോൾ നമുക്കിത് വേണേൽ വെളിയിലും വെക്കാം, ഒരു പ്രശ്നമില്ലാതെ. നമുക്ക് ഇതിൻ്റെ ഒരു ടേപ്പ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. മാറ്റിക്കഴിഞ്ഞ് ഒരു ചെറിയ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്ന് പറഞ്ഞൊരു ചെറിയ പാംപ്ലെറ്റ്. തൽക്കാലം നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറെ എന്തൊക്കെയാണ് വരാൻ നോക്കാം. ഓൾറെഡി ഒരു ചെറിയ ലെൻസ് പ്രൊട്ടക്ടർ അവർ വെച്ചിട്ടുണ്ട്, ചെറിയ പ്ലാസ്റ്റിക് ആയിട്ട്. മൗണ്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഒരു ചെറിയ വോൾ പ്ലഗും അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ചാർജറും. ഇതൊരു വയേർഡ് ക്യാമറയാണ്. നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. സ്റ്റാൻഡൊക്കെ മാറ്റാനും എക്സ്റ്റെൻഡ് ചെയ്യാനും അങ്ങനത്തെ കുറേ കസ്റ്റമൈസേഷൻ നമുക്കിവിടെ പറ്റും. എന്തെങ്കിലും ഒരു ദിവസം ഇത് ലൂസ് ആകുവാണെങ്കിൽ നമുക്ക് ടൈറ്റൻ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഒക്കെ ഒന്ന് ഊരി സംഭവം ഒന്ന് കണക്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്യാം. എനിക്ക് വേറൊരു കാര്യം ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ റബ്ബർ പോലത്തെ സാധനം ഇവിടെ എഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സീലായിട്ട് തന്നെ അവിടെ ഇരിക്കും, വെള്ളമൊന്നും ഇത് കയറത്തില്ല. ഈ സെക്യൂരിറ്റി ക്യാമറ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് വൈസ് ആപ്പ് വേണം. അത് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്താൽ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിനും ഉണ്ട്, ഐഫോണിനും ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലാണ് റിയൽ ടൈമിൽ ഈ ക്യാമറയുടെ ഫുട്ടേജ് കാണാൻ പറ്റുന്നത്. ഇല്ല എന്തെങ്കിലും മോഷൻ ഡിറ്റക്ട് ചെയ്തെങ്കിൽ അതെല്ലാം ഇവിടെയാണ് സ്റ്റോർ ആകുന്നത്. അപ്പോൾ നമ്മുടെ വൈസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂസർ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ വെൽക്കം ടു വൈസ് ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. തൽക്കാലം നമുക്ക് ഫിനിഷ് ഞെക്കാം. ന്യൂ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അത് ഞെക്കാം. V3. അപ്പോൾ അവർ പറയുന്നത് ഇവർ റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടാണ്. നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഇതിന്റെ പുറകിൽ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അവിടെ ഞെക്കാം. ഓൾസോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു SD കാർഡ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കൊരു QR കോഡ് നമ്മുടെ ഫോണിൽ തരും. അത് നമ്മുടെ ഈ ക്യാമറയുടെ മുമ്പിൽ ഉപയോഗിച്ച് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയെന്നാണ് അവർ പറയുന്നത്. QR കോഡ് സ്കാൻ എന്ന് പറയുകയും ചെയ്തു. സെറ്റപ്പ് കംപ്ലീറ്റ് എന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഓപ്ഷൻ ഉണ്ട്, നെക്സ്റ്റ് അടിക്കാൻ. ആ നെക്സ്റ്റ് നമുക്ക് അടിക്കാം. അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് പേരാണ് നമ്മുടെ വൈസ് ക്യാമറയ്ക്ക് കൊടുക്കേണ്ടതാണ് അടുത്ത ഓപ്ഷൻ. ലെറ്റ്സ് സേ ഫ്രണ്ട് പോർച്ച് ക്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് പ്ലാസ്റ്റിക് റാപ്പ് ഇവിടെ ഉള്ളത്. ഇത് പ്ലാസ്റ്റിക് ഞാൻ മാറ്റാം. That's a really good quality right there. Hello. That's good quality. I like it. ആദ്യം ഞാൻ ഓർത്തത് നമ്മുടെ ക്യാമറ ഇവിടെ വെക്കാനാണ്. പക്ഷേ ഇവിടെ അടുത്തൊന്നും ഒരു ഔട്ട്ലെറ്റ് ഇല്ല, അതുകൊണ്ട് അവിടെ വെക്കാനൊരു ഓപ്ഷൻ അല്ല. പക്ഷേ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടുന്ന് വേണം നമുക്ക് വയർ പുള്ള് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വയറിന് നീളമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. പിന്നെ ഓർത്തത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാമറ ഇവിടെ മൗണ്ട് ചെയ്യാവുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അറിയത്തില്ല, അവിടെ ഒരു ചെറിയൊരു നെറ്റുണ്ട്. അപ്പോൾ ആ നെറ്റ് ഊരാൻ എനിക്കറിയത്തില്ല, അത് ഊരാൻ വേണ്ടി ഒരു ലാഡറും എനിക്കില്ല. സോ ഐ ഹാവ് ടു കോംപ്രമൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ വൈസ് ക്യാമറ ഇവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. ഇവിടെ ഒരു ഗ്ലാസ്, ഒരു ഗ്ലാസ് അല്ല 2 ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് കൊള്ളത്തില്ല. പക്ഷേ വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മുടെ ക്യാമറ ഒരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൈസ് ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഒരു ലൈവ് വ്യൂ ഹോമിൽ കിട്ടും. ഇവൻറ്റ്സിൽ പോവുകയാണെങ്കിൽ മോഷൻ ഡിറ്റക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മളെ കാണിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു ഫുട്ടേജാണ്. ഞാൻ ആദ്യം ഈ ക്യാമറ പ്ലേസ് ചെയ്ത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അമ്മ വരുന്നത്, കയറിയെടുത്തതും കൈ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ ഗ്രീൻ ബോക്സും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഇറ്റ്സ് എ പേഴ്സൺ ആൻഡ് ദാറ്റ്സ് എ കൂൾ ഫീച്ചർ. അപ്പോൾ ഇതിനൊരു ചെറിയൊരു AI കേപ്പബിലിറ്റീസും ഇതിനുണ്ട്. അപ്പോൾ ഞാൻ കാണാൻ പറ്റുന്ന പേഴ്സൺ, വെഹിക്കിൾ, കുറേ ടാഗ്സ് ഇതിന് ഓരോ വീഡിയോയ്ക്കും കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് അനോയിങ്. നമ്മുടെ നെയ്ബേഴ്സ് എല്ലാം പാതിരാത്രിക്കൊക്കെ ഇറങ്ങി പോകുന്നൊരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ കുറേ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയായിരുന്നു. കണ്ട 12:02, 12:35, 3:04, 5:54, 5:55. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് അനോയിങ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ യു വിൽ ഹേറ്റ് ഇറ്റ്. പക്ഷേ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ഡു നോട്ട് ഡിസ്റ്റർബ് എന്നാക്കും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ കാറ് ഇവിടെ പോകുന്നത്. ഞാൻ രാവിലെ ജിമ്മിൽ പോയതാണ്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ഡ്രൈവ് ഏകദേശം അത്യാവശ്യം കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാക്കേജ് ആരെങ്കിലും സ്റ്റീൽ ചെയ്യാൻ ആരെങ്കിലും കയറുമ്പം നമ്മുടെ ഡ്രൈവേ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആരാ സ്റ്റീൽ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ച് പോലീസിനോട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. എന്നാലും അങ്ങനത്തെ ഒരു സിനേറിയോ ഒക്കെ നമുക്ക് പ്രിപ്പയർഡ് ആണ്. സോ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫുട്ടേജ്. രാത്രിയിലുള്ള ഒരു ഫുട്ടേജ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് ഈ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന വിൻഡോയുടെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം
ഇച്ചിരി കൂടെ ഞാൻ നോക്കട്ടെ. കണ്ടോ, ഇവിടെയൊക്കെ ഒരു ചെറിയ ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്ത് എനിക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നില്ല. അതൊക്കെ നമ്മുടെ ഹാളിൽ ഇട്ട ലൈറ്റാണ് ഈ ഗ്ലാസ് ഒരു റിഫ്ലക്ഷനായിട്ട് വരുന്നത്. ഡൗൺ ദ ലൈൻ ആ ഒരു ക്യാമറ എനിക്ക് വെളിയിൽ സെറ്റപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഐ ജസ്റ്റ് നീഡ് ടു തിങ്ക് അബൌട്ട് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. അപ്പോൾ അതാണ് ഈ ക്യാമറ ഫുട്ടേജസ് ഒക്കെ. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ ഡിറ്റക്ഷൻ സെറ്റിങ്ങിലോട്ട് പോകാൻ പറ്റും. എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ഭാഗത്തെ കാര്യങ്ങളാണ് നമുക്ക് റിയലി നോട്ടിഫിക്കേഷൻ വേണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇത് ക്രോപ്പ് ചെയ്ത് കളയാൻ പറ്റും. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എൻ്റെ ക്യാമറ എന്നാ പറയുന്നത് വ്യൂ റോഡിലുള്ളത് കൊണ്ട് എനി ടൈം സംതിങ് പാസസ് ദ റോഡ് എനിക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്യാമറ ജസ്റ്റ് ഡ്രൈവേലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് വരത്തില്ല. അപ്പോൾ ഓൾറെഡി എൻ്റെ ക്യാമറ ഞാൻ അവിടെ എല്ലാം ടേപ്പ് ചെയ്തൊക്കെ വെച്ചേക്കുകയാണ്. അതുകൊണ്ട് എനിക്കെല്ലാം വലിച്ചൊരു നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ഞാൻ ഈ കാണിക്കുന്ന ബോക്സാണ് ക്യാമറ എന്ന്. അപ്പോൾ ഈ ക്യാമറയുടെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഇത് റെക്കോർഡ് ചെയ്യുന്ന ഫുട്ടേജ് ഫുൾ HD ആണ്, അതായത് 1080p. പിന്നെ ഇതിനൊരു IP65 വെതർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെളിയിലും ഈ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റും. as long as അവിടെ ഒരു എന്നാ പറയുന്നത് പ്ലഗ് ചെയ്യാനുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ വി ഷുഡ് ബി ഓക്കെ. ഇതിന്റെ ഒരു 2-way ഓഡിയോ ഉണ്ട്. അത് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി? ഞാനിപ്പോൾ എൻ്റെ റൂമിൽ വന്നേക്കുവാണ്. ഞാൻ എൻ്റെ iPhone 10s ആണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ക്യാമറയായിട്ട് സംസാരിക്കാൻ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ക്യാമറയിൽ നിന്ന് നമ്മുടെ ഐഫോണിലോട്ട് ഉള്ള ഒരു ഓഡിയോ കണക്ഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വൈസ് ക്യാമറയുടെ മൈക്രോഫോൺ ക്വാളിറ്റി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ക്രിസ്പി ആണോ? ഈ ഒരു മൈക്രോഫോൺ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമന്റ്സ് ഇടാം. ഈ ക്യാമറയ്ക്ക് ഒരു ചെറിയ സൈറൻ അലാറം ഉണ്ട്. നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിന് 24/7 റെക്കോർഡിംഗ് ഉണ്ട്. 24/7 റെക്കോർഡ് എനേബിൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു മൈക്രോ SD കാർഡ് ഇതിന് മേടിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മെമ്മറി കാർഡ് മേടിക്കണമെന്നില്ലെന്ന് വെച്ചോ, വൈസ് ക്യാമറ നമുക്ക് 14 ദിവസമാണ് ഫ്രീ ക്ലൗഡ് സ്റ്റോറേജ് ആയിരുന്നത്. ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ്. മിക്കവാറുള്ള ആൾക്കാരൊന്നും 14 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കത്തില്ല. ഈ ഫ്രീ ക്ലൗഡ് സ്റ്റോറേജ് ഉള്ളത് 12 സെക്കൻഡ് വീഡിയോസ് ആണ്. അതായത് എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആ ഒരു 12 സെക്കൻഡ് റെക്കോർഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഡ്യൂറേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഒരു ക്യാം പ്ലസ് സബ്സ്ക്രിപ്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു മാസം ഒരു കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ കുറേ രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് പേഴ്സൺ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ, തിങ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് എല്ലാം വേണമെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇതിനുള്ളത് മോഷൻ ആൻഡ് സൗണ്ട് ഡിറ്റക്ഷൻ. അവസാനമായിട്ട് ഇതിന് കളർ നൈറ്റ് വിഷൻ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ രാത്രിയിൽ, അതായത് പിച്ച് ഡാർക്ക്നെസ്സിൽ ഒരു ചെറിയ ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വെളിയിൽ നടക്കുന്നതെല്ലാം കാണാൻ പറ്റും. ദാറ്റ്സ് വൺ ഓഫ് ദ മെയിൻ റീസൺ വൈ ഐ ബോട്ട് ദിസ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറ നമ്മൾ കൊടുത്ത പ്രൈസിന് മാർക്കറ്റിൽ എങ്ങുമില്ല. അപ്പോൾ നമ്മൾ ഈ ക്യാമറയ്ക്ക് കൊടുത്തത് $25 ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് റിയലി ചീപ്പ്. അറ്റ്ലീസ്റ്റ് ഇൻ US ദാറ്റ്സ് റിയലി ചീപ്പ്. കാരണം ഇതിനുള്ള ഫീച്ചേഴ്സ് എല്ലാമാണ് പ്രീമിയം ബ്രാൻഡ്സ് വലിയ ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞ് അവർ $300-400 വിൽക്കുന്നത്. ഞാൻ മേടിച്ച വെർഷൻ V3 ആണ്. V3 മേടിക്കാവും, V2 അത്രയ്ക്ക് വേണമില്ല. സോ വൈസ് ക്യാം V3 ആണ് മേടിക്കേണ്ടത്. മിക്കവാറുള്ള എൻ്റെ വ്യൂവേഴ്സ് എല്ലാം നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എങ്ങനെയാണ് ഇത് മേടിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ebay.com പോയിട്ട് ഈ വൈസ് ക്യാം V3 എന്ന് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് ഗ്ലോബൽ ഷിപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് eBayയിൽ നിന്ന് ആ ഒരു ഐറ്റം നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിക്കാൻ പറ്റും. അത് എത്രത്തോളം റിലയബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ eBayയിൽ നിന്ന് ഗ്ലോബലായിട്ടൊന്നും ഷിപ്പ് ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ആൻ ഓപ്ഷൻ ഫോർ യു. അവസാനമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇഫ് ദിസ് ഡിവൈസ് ഈസ് വർത്ത് യുവർ മണി ആൻഡ് ഇറ്റ് ഈസ് 100%. നിങ്ങളിപ്പോൾ ഒരു ഇൻഡോർ സെക്യൂരിറ്റി ക്യാമറ നോക്കി നടക്കുകയാണെന്ന് വെച്ചാൽ, ഒരു ഔട്ട്ഡോർ സെക്യൂരിറ്റി ക്യാമറ നോക്കി നടക്കുകയാണെന്ന് വെച്ചോ, ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ എക്കോ ഷോയിൽ ഇത് ഉപയോഗിച്ച് ഇതിന്റെ ഡയറക്റ്റ് ഫുട്ടേജ് കാണാൻ പറ്റും. അതിന്റെ ഒരു ഡെമോ നിങ്ങളെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഷോ മീ ഫ്രണ്ട് ഡോർ. ഇത് ഏകദേശം ഒരു 8-9 സെക്കൻഡ് എടുക്കും നമ്മളെ ഒന്ന് കാണിക്കാൻ, അതായത് ഈ ക്യാമറ ഒന്ന് കാണിക്കാൻ എക്കോ ഷോയിൽ. അത് വലിയൊരു പ്രശ്നമല്ല. നമുക്ക് ലൈവ് വ്യൂ ആണെങ്കിൽ ഇതൊരു ഓപ്ഷനാണ്. കാണാൻ പറ്റുന്നില്ലേ, വെളിയിൽ കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നതാണ്, പട്ടിയും കൊണ്ടൊരു പിള്ളേർ കളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്മാർട്ട് ടെക്നോളജി ഉള്ള ഒരു ക്യാമറ നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹോപ്പ്ഫുള്ളി ഇൻ എ ബെറ്റർ ഹെയർ ഡേ. തൽക്കാലം ബൈ.